അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ലോകത്തിലുള്ള മിക്ക സപ്ലിമെൻറ്റും കിട്ടുന്ന ഒരു കട. ഈ കടയിൽ നിന്ന് ഞാൻ കുറച്ച് സപ്ലിമെൻറ്റ് മേടിച്ചു. ഇതാണ് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുള്ള ഒരു സാധനമാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റിനൊക്കെ ക്രിസ്മസ് സമയത്തോ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലോ UK ഭയങ്കര വിലക്കുറവാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചത് ചോക്ലേറ്റ് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഷുഗറും ഡയബറ്റീസും ഒക്കെ ഫ്രീ ആയിട്ട് എന്തിനാണ് നമ്മളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ചോക്ലേറ്റും ഷുഗറും അൾട്രാ പ്രോസസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഈ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ നേരെ പോയത് ഇംഗ്ലണ്ടിലുള്ള ഹോളണ്ട് ആൻഡ് ബാരറ്റ് എന്ന് പറയുന്ന കടയിലേക്കാണ്. മനൂക്ക ഹണി. ഈ മനൂക്ക ഹണിക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബാക്ടീരിയകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും ബോഡിയിലുള്ള വീക്കത്തിനെയൊക്കെ കുറയ്ക്കുക എന്നുള്ളതുമാണ് ക്ലെയിം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ മനൂക്ക ഹണിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ 2 ബോട്ടിൽ മനൂക്ക ഹണി മേടിച്ചു. കാരണം ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ ആയിരുന്നു. 2 എണ്ണത്തിനും കൂടെ 13.88 ആയി എനിക്ക്, ഏകദേശം 1300 രൂപ. പിന്നീട് ഞാൻ മേടിച്ചത് കോഡ് ലിവർ ഓയിലാണ്. വർഷങ്ങളായി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കോഡ് ലിവർ ഓയിൽ, ഫിഷ് ഓയിൽ. ഫിഷിൻ്റെ തന്നെ പല ഓയിലുണ്ട്, അതിലെ ഏറ്റവും ബെസ്റ്റാണ് കോഡ് ലിവർ ഓയിൽ എന്നാണ് പറയപ്പെടുന്നത്. കോഡ് ലിവർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, അതോടൊപ്പം ബോണിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് കോഡ് ലിവർ ഓയിൽ മേടിച്ചു. ഇതിൻ്റെ വില ഏകദേശം 25 പൗണ്ട്, 2500 രൂപ. ഏകദേശം 4 മാസം ഉപയോഗിക്കാനുള്ള സാധനം ഇതിലുണ്ട്. ഓസ്റ്റിയോ കെയർ എന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ 1-2 പ്രാവശ്യമായിട്ട് വീഴുകയും അവർക്ക് ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തു. പരിശോധനയിൽ അവർക്ക് കാൽസ്യത്തിൻ്റെ നല്ല കുറവുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ കൂടിയ ഒരു സപ്ലിമെൻറ്റ് മേടിച്ചത്. അപ്പോൾ ആൾക്കാരുടെ ഹെൽത്ത് നശിപ്പിക്കാതെ പകരം ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് മേടിച്ചുകൂടാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം മേടിച്ചത്. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഏത് സപ്ലിമെൻ്റ് എടുത്താലും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കുക. കാരണം കാൽസ്യം പോലെയുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ കാൽസ്യം ലെവലൊക്കെ ഒപ്റ്റിമം ആണോ എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വിറ്റമിൻ ഡി ഒപ്റ്റിമം ആണോ എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ചെയ്യുക. ഇതുകൂടാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചു. അതായത് ഒരു ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസർ. ഫുള്ളി പ്ലാൻ ബേസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഏകദേശം 18 പൗണ്ടോളം അതിനായി. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർക്ക് പ്രയോജനമുള്ള സംഗതികൾ വേറെ പലതും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പല സാധനങ്ങളും ഉണ്ടെങ്കിൽ, പ്രയോജനമുള്ളത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.